ശ്ലോകം 3. പ്രചാരയത്യവിരളശാദ്വലേ തലേ. അവിരളശാദ്വലേ, ശാദ്വലം പുല്ല്, പശുക്കൾക്ക് കഴിക്കാനുള്ളതായ പുല്ല്. അവിരളം, അത് വിരളമല്ല, കുറവല്ല, ധാരാളം. ഇതാണ് ആ ധാരാളം പുല്ലുകളുള്ള തലേ ഭൂമണ്ഡലത്തിൽ പ്രചാരയതി, ഈ പശുക്കുട്ടികളെ മേയിച്ചുകൊണ്ട് പ്രചരിപ്പിക്കുക, മേയ്ക്കുക. പ്രചാരയത്യവിരള ശാദ്വലേ തലേ. ആരെയൊക്കെയാണ്? പശുക്കളെ. ഇവിടെ കുട്ടികളായിട്ടുള്ള പശുക്കളാണ്, ഗോക്കളാണ്. എന്തുകൊണ്ട്? ഇവരുടെ കുട്ടികളാണ് ഇപ്പോൾ കൂടെയുള്ളത്. വിഭോ ഭവതി സമം കുമാരകൈ. വിഭുവാണ് ഭഗവാൻ, വിശേഷേണ ഭവിക്കുന്നവനാണ് വിഭു. ഈ കാണുന്ന പ്രപഞ്ചമായിട്ട് വിരിഞ്ഞു നിൽക്കുന്നു. എന്നാൽ അതുമാത്രമാണോ? അല്ല, അത് ഭഗവാന്റെ വെറും ഒരു കാൽഭാഗം മാത്രം. ബാക്കി 3/4 ഭാഗം സച്ചിദാനന്ദമായിട്ട് അങ്ങനെ പരന്ന് കിടക്കണം വിഭു. ആ വിഭുവായിട്ടുള്ള ഭഗവാൻ ഭവതി സമം കുമാരകൈ, ആ കുമാരന്മാരോടുകൂടി, കുട്ടികളോടുകൂടി. എപ്പോഴാണോ പശുക്കളെ മേയിച്ചുകൊണ്ട് നടന്നത്, അഘാസുരോ, കംസൻ്റെ ഭൃത്യനായിരിക്കുന്ന അഘാസുരൻ, ആ അഘാസുരൻ നിരുണതഘായ വർത്തനീം, നിരുണത് തടഞ്ഞു, നിരോധിച്ചു. എന്തിനെ അതായത് തടഞ്ഞത്? വർത്തനീം, മാർഗത്തെ, ഭഗവാന് പോകേണ്ടതായ മാർഗത്തിനെ തടഞ്ഞു. എന്തിനു വേണ്ടി? അഘായ. അഘായ എന്ന് വെച്ചാൽ പാപത്തിന് വേണ്ടി എന്നാണ്. അഘവിനാശായ എന്ന് അർത്ഥം എടുക്കണം, പാപം നശിക്കാൻ വേണ്ടി. ആരാ കിടന്നത്? ഭയാനക ശയാനകാകൃതി, ഭയങ്കരമായ രൂപത്തോടുകൂടി, ഭയാനകൻ, എല്ലാവരെയും ഭയപ്പെടുത്തുന്നതായ രൂപത്തോടുകൂടി. എന്താ ആകൃതി? ശയാനകാകൃതി. ശയാനകൻ പെരുമ്പാമ്പ്, ശയു, പെരുമ്പാമ്പിൻ്റെ ആകൃതിയിൽ ഭഗവാൻ പോകേണ്ടതായ വഴിയെ തടഞ്ഞുകൊണ്ട് ആ അഘാസുരൻ, കംസൻ്റെ ഭൃത്യനായ അഘാസുരൻ വഴിയിൽ വന്ന് തടഞ്ഞ് കിടന്നു. അഘാസുരൻ്റെ പൂർവജന്മത്തിൽ ശംഖാസുരൻ്റെ പുത്രനാണ് ഈ അഘാസുരൻ. പേര് പറഞ്ഞിട്ടില്ല പൂർവജന്മത്തിൽ. ശംഖാസുരൻ്റെ പുത്രൻ അതിസുന്ദരനാണ്. മലയപർവ്വതത്തിൽ കൂടി അയാൾ പോകുമ്പോൾ അവിടെ അഷ്ടാവക്ര മുനി ഉണ്ടായിരുന്നു. അഷ്ടാവക്രൻ എന്ന് പറയുന്നത് 8 വളവുള്ള ആളാണ്. ആ അഷ്ടാവക്ര മഹർഷിയെ പരിഹസിച്ചു. ഇതെന്തൊരു രൂപമാണ്, 8 വളവ്, കയ്യും കാലും ദേഹവും ഒക്കെ വളഞ്ഞിട്ട്, കഴുത്തും വളഞ്ഞിട്ട്, കഴുത്തെപ്പോഴും ഇങ്ങനെ ഇരിക്കും. അതാണ് അങ്ങനെ 8 വളവോടുകൂടിയുള്ള അഷ്ടാവക്ര മഹർഷി. 8 വളവ്, അഷ്ടാവക്രൻ, 8 വളവ്. എങ്ങനെ വന്ന് അമ്മയുടെ ഗർഭത്തിൽ കിടക്കുന്ന സമയത്ത് അച്ഛൻ വേദമന്ത്രങ്ങൾ ചൊല്ലും. ആ വേദമന്ത്രങ്ങൾ തെറ്റാണെന്ന് കുട്ടി ഗർഭത്തിൻ്റെ ഉള്ളിൽ നിന്ന് പറയും. അച്ഛന് ദേഷ്യം വന്നു. അപ്പോൾ ഓരോ തവണയും ഓരോ വളവ്, അങ്ങനെ 8 തവണ പറഞ്ഞു. അങ്ങനെയാണ് 8 വളവ് വന്നതെന്നാണ് പറയുന്നത്. അഷ്ടാവക്രൻ. ഇവിടെ എപ്പോൾ തന്നെ പരിഹസിച്ചുവോ, നീയെ ഏറ്റവും വിരൂപനായിരിക്കുന്ന ഒരു സർപ്പമായിട്ട് പോകട്ടെ. അങ്ങനെയാണ് പെരുമ്പാമ്പായത്. ഒക്കെ ഗർഗഭാഗത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. പ്രചാരയത്യവിരള ശാദ്വലേ തലേ പശൂൻ.
ഹേ ഭഗവൻ, എപ്പോഴാണോ അങ്ങ് നല്ലവണ്ണം പുല്ലുള്ളതായ സ്ഥലത്ത് ആ പശുക്കുട്ടികളെ മേയിച്ചുകൊണ്ട് നടന്നത്, കൂടെ ആരുണ്ട്? സമം കുമാരകൈ, കുട്ടികളെല്ലാവരും കൂടെയുണ്ട്. അഘാസുരോ നരുണവർത്തനീം, ആ അഘാസുരൻ വന്ന് ആ വഴിയെ തടഞ്ഞു. എന്താണ് അവൻ്റെ രൂപം? ശയാനകാകൃതി, പെരുമ്പാമ്പിൻ്റെ ആകൃതിയോടുകൂടിയവൻ. എങ്ങനെയുണ്ട് ആ രൂപം? ഭയാനക, എല്ലാവർക്കും ഭയത്തെ ഉണ്ടാക്കുന്ന ആ പാമ്പ് ഭഗവാൻ പോകേണ്ടതായ വഴിയെ നിരോധിച്ചു. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ചെയ്ത്? അഘായ പാപത്തിനായിക്കൊണ്ടതാണ് വേണ്ടത്? അല്ല, അവൻ ചെയ്ത പാപത്തിനെ ഇല്ലാതാക്കാനാണ്. അത് ആരാണ് കൊടുത്തത്? ആ മഹർഷി തന്നെ, അഷ്ടാവക്ര മഹർഷി തന്നെ. ശാപമോക്ഷം തരണം എന്ന് പറഞ്ഞപ്പോൾ ശ്രീകൃഷ്ണൻ്റെ അനുഗ്രഹം കൊണ്ട് നിനക്ക് മോക്ഷം കിട്ടും എന്ന് അനുഗ്രഹിച്ചതാണ്. അപ്പോൾ മോക്ഷത്തിന് വേണ്ടിയിട്ടാണ്. അഘവിനാശായ എന്നാലേ ശരിയാവുള്ളൂ. പക്ഷെ അങ്ങനൊരു പ്രയോഗമുണ്ട്. അതാണ്, നമുക്ക് നല്ല തലവേദന, മെഡിക്കൽ ഷോപ്പിൽ കയറി തലവേദനയ്ക്ക് വരുന്നുണ്ടോ? എന്താ ചോദിക്കുക? തലവേദന മാറാൻ വരുന്നുണ്ടോ ചോദിക്കാറുണ്ടോ? ഇല്ല, തലവേദനയ്ക്ക് വരുന്നുണ്ട്. അതുപോലെയാണ് അഘായ. അഘം പാപത്തിന് വേണ്ടിയല്ല, പാപം നശിക്കാൻ വേണ്ടി. ഏതൊരു പാപമാണോ അതെനിക്ക് കിട്ടിയത്, ആ പാപം നശിക്കാൻ വേണ്ടി ആ വഴി പോയി തടഞ്ഞു.